ഇക്ക ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തു പറയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ ഋതുകോശിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു ജോണർ ഡിഫറെൻ്റ് ആണെങ്കിലും ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടെ യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് അത് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളെ കരുതി ഞങ്ങൾ. ശരിക്കും അങ്ങനത്തെ ഒരു വൈബായിട്ടൊരാളാണോ? നല്ല ചോദിച്ചെടുത്തിട്ട് ക്ലൈമാക്സ് അല്ലേ എന്നാലോചിക്ക് മണിച്ചിത്രത്താണ് സിനിമ കാണാനായിട്ട് വിചാരിച്ചില്ല. അപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണോ ഒരു സുഖമില്ല ആ നാഗവല്ലി ഇപ്പം ശോഭനാന്ന് എന്ന് പറഞ്ഞാൽ പോയില്ലേ എന്നെ പണം കൊണ്ടുവരുന്നു. ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും അമ്പളിയും സത്യം പറഞ്ഞാൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പം അതിന് നമ്മുടെ ആ പോർഷൻ അങ്ങനെ പറയാം അങ്ങനെയൊക്കെ ചോദിക്കും. അതിന് നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നും പറഞ്ഞില്ല മാർട്ടിൻ മുക്കാറ്റിൻ്റെ പടം ഞാൻ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കഥ പറയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മാറിയിരിക്കുക ആ പള്ളിപ്പുറത്ത് തേവര കോളേജിൽ ഇരുന്നിട്ട് ഒരു പട്ടത്തിൽ വരത്ത് കോളേജ് നടക്കുന്നതിൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ അതിനുള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും കാണും ഞാൻ കാണുന്നില്ല ഞാൻ പടം കാണാനില്ലാത്ത ആളാണ് ഇത് ഒട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുകയാണ്. നല്ല തമാശല്ല ഇത് തൊട്ടൊക്കെ തുടങ്ങിയാലോ എനിക്ക് കാഴ്ച അങ്ങനെയൊക്കെയാ. ഇത് ഒന്നും അറിയത്തില്ലട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ പോക്ക് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചാനലുകളോ ഒന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല അങ്ങനെ എനിക്കെൻ്റെ ഉള്ളിൻ്റെ ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്നുള്ള ഡയറക്ടറായിരുന്നു. അത് ഞങ്ങളുടെ കോഴ്സിന് കംപ്ലീറ്റ് ജോലിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി നല്ല അനുഭവങ്ങളെല്ലാം കിട്ടി അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്നൊരു മര്യാദ പടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കി ഒന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ളൊരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. സത്യം പറയാം ഉള്ള കാര്യം പറയാം. ആരൊക്കെ എന്നെ വിമർശിച്ചാലും കാര്യമില്ല. നല്ല പിന്നെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായി പോകും. അതാണ് സത്യസന്ധതയില്ലാത്ത പൈസയ്ക്ക് പൊട്ടലും ചീറ്റലും വേണം. അപ്പം നമുക്ക് അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ കുഞ്ഞു പടമായത് പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഇന്ന് കണ്ടു ഒന്ന് രണ്ട് ദിവസമായിട്ട് കണ്ടിട്ട് ഇന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് എന്നുള്ള ആളാണെന്നറിയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ആയിരിക്കണം. ഞാൻ ആ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എബി എന്ന് പറഞ്ഞത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചേനകലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ജെല്ലിക്കെട്ടോ അവിടെ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്ന കേട്ടോ. നമുക്കെല്ലാ പടവും വിജയിക്കണം. അല്ല ഞങ്ങളുടെ പടം വിജയിക്കണം മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ട രീതിയിൽ. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. ഇപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചതാണ്. എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലം കൊണ്ടുപോയി ജാഫ്രടിക്ക് അതിനകത്ത് നിരപരാധിയാണെന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലോ ചരിത്രമൊക്കെ അറിയാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുള്ളൂ. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ ഇറക്കി വിട്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയില്ല. നമ്മളെ അഭിമാനമുള്ളവരില്ല. അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി.
സത്യസന്ധമായിട്ട് ഈ പടം നമ്മുടെ സാധനം കൊണ്ട് തരും. അപ്പോൾ നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൈമാറണം? ഡയറക്ടർ കൈമാറണം. അപ്പോൾ കൺക്ലൂഷൻ അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി അത് ഓക്കെ. അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി അഭിനയിച്ചാൽ മാത്രം, ജീവിച്ചാൽ മാത്രം മതി, അല്ലാതെ ഇതിൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ കുറച്ച് കഥ പറയില്ല. അത് കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്തായാലും കഥ അറിയത്തില്ല, അപ്പം പറയുന്നത് അതുപോലെ ചെയ്യാന്നുള്ളല്ലാതെ. പിന്നെ വെച്ചാൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി, ഇക്ക ഭയങ്കര പാട്ടുകാരനാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അപ്പം ഞാൻ കൂടെ പാടും, ഇക്ക തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ ശരിക്കും പാടും. അങ്ങനെയൊക്കെ ഭയങ്കര സാധാരണമായിട്ടൊരു ഒരു ഒരു വീട് പോലെ അങ്ങനെ പോവുമായിരുന്നു. ശരിക്കും താമസിക്കുന്നതും എല്ലാം ലൊക്കേഷനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുള്ള, എനിക്കൊരു പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി കുറേ സിനിമ വന്നാലും ഇനി ഒന്നും വന്നില്ലെങ്കിലും ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് അനുഭവങ്ങളായിരിക്കും. കാരണം ഞാനിങ്ങനെ എനിക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ തോമസിൻ്റെ പുറകെ നടക്കും, ഇതിൻ്റെ കഥയൊന്ന് പറയാമോ? അപ്പോൾ ഇല്ല ചേച്ചത് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട്, ഞാൻ കുറേ ഉണ്ട്. പക്ഷെ അപ്പോഴും എനിക്കിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല. ഇക്കാട് ചോദിക്കുമ്പോൾ ഇക്കാൻ പറയും എനിക്കറിയത്തില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദുരൂഹത ശരിക്കും ഭയങ്കര ക്ലൈമാക്സിൽ മാത്രം മനസ്സിലാകുന്ന എന്തോ സംഭവം അതിലുണ്ട്. അതിൽ ഞാൻ ഇതിന് ഡബ്ബിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. എല്ലാ സീനിലും ഡബ്ബിങ് ഇല്ലല്ലോ. അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഒരു പൂച്ചയുണ്ട്, അപ്പോൾ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പൂച്ച ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സെറ്റും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിങ്ങുമായിരുന്നു, മറക്കാനേ പറ്റത്തില്ല. അമ്പിളി അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി അമ്പിളിയോട് പറയാതെ അന്നൊരു സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ നാഗവല്ലി ശോഭനാവും. ഒന്ന് പുറത്തു പോയി അന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് പൊളിച്ചടിക്കുക പോലെയാണ് അളയന്മാരെ അളയത്തിയാളെ. ഓക്കെ, അപ്പോൾ ഓക്കെ. കഥ അറിയാതെ അഭിനയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മുഖ്യധാരയിലുള്ള ആരും തയ്യാറാവാറില്ല. അപ്പോൾ ഈ കഥ അറിയാതെ അഭിനയിക്കുമ്പോൾ അഭിനയത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. എത്തും. മോൻ്റെ കഥ പറഞ്ഞു ഞാൻ എത്തി കാണിച്ചത് ശകലം പറഞ്ഞാൽ മതി. ചില പറഞ്ഞാൽ ഭാഗ്യം പഠിപ്പിച്ചതാണ് ഒരു ഇമോഷൻ സൈഡ്. ഇപ്പം എല്ലാം ശരിയാണ്. കഥയുടെ ഒരു എൻഡിൽ എന്താണെന്നുള്ളത് അറിയാതെ ആദ്യം മുതലേ അഭിനയിച്ച് അത് എത്രമാത്രം ഫലവത്താവുമെന്നുള്ളത് അതിന് ഞങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് സ്ക്രിപ്റ്റ് ഡയറക്ടർ അല്ല, ഞാൻ ഒന്ന് പറഞ്ഞിട്ടൊക്കെ തരാം. ഞങ്ങൾ അവരോട് അദ്ദേഹം ഉള്ളതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ ഞങ്ങൾ അങ്ങോട്ട് പറയും ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മൂഡില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം. അപ്പോൾ അവരുടെ ഒരു മൂഡ് പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേഷനാണ്, ഞാൻ അടിസ്ഥാന കലാകാരനല്ല. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറും ഇലക്ട്രോണിക്സും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു. അല്ല ഞാൻ അടിസ്ഥാന കലാകാരനല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ചുരുളി സിനിമ പുളിക്കൊക്കുന്ന ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ഒരു ചേട്ടനാണ്, എൻ്റെ നാട്ടിലെ പണ്ടത്തെ ഒരു ചേട്ടനാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. പറയാൻ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഈ സിനിമയിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നത് അങ്ങനെ ഇമിറ്റേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് കഥ അങ്ങനെ ആക്കണ്ട, എന്ന് പറയുന്നത് ചെയ്താൽ മതി. പ്ലീജോ പല്ലിച്ചേരിയുടെ ജെല്ലിക്കെട്ടിൽ എന്നെ പറഞ്ഞു തന്ന അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒരു 3.5 മിനിറ്റുള്ള ഷോട്ട് ഞാൻ പോയത്. അദ്ദേഹം കാണിച്ചു തന്ന പോലെ അങ്ങ് ചെയ്തു. ഞാൻ ഇമിറ്റേഷനാണ്, പക്ഷേ അടിസ്ഥാന കല ഇതുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് ചേച്ചി നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ സത്യത്തിൽ നമ്മൾ എന്താണ് ജീവിക്കുന്നത്, ഇനി നാളെ എന്താകുന്നു, അതായത് നമുക്ക് ഇന്ന് രാത്രി നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ, അല്ല നമുക്ക് നന്നായിട്ട് ജീവിക്കുമല്ലേ, അതിൽ കൂടുതൽ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഒരു ലൈഫ് നമ്മൾ
മൊത്തം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതിലേക്ക് ഇല്ലേ. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് സത്യത്തിൽ ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്.